ഹലോ കൂട്ടുകാരെ, ഒരു ഗുണമേറിയ ജാതിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ജാതിക്ക എന്ന് പറഞ്ഞാൽ ഇത് ജാതിക്കയുടെ അകത്തെ കുരു കളഞ്ഞിട്ട് പുറമേയുള്ള തോടാണ്. ആ തോടിനും നല്ല ഗുണമുണ്ട്, ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ ആ തോട് ഞാൻ ആദ്യം ഒന്ന് കുക്കറിൽ അല്ലെങ്കിൽ അപ്പച്ചെമ്പിൽ ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റിയെടുക്കുമ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ട്. ആ വെന്ത ജാതിക്ക തൊണ്ട് അതിൻ്റെ തോട് കളയണം. നേരിയൊരു തോടുണ്ട്, അതുകൂടെ വെച്ചിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ അതിന് ഇത്തിരി കട്ടി ഉണ്ടാവും. ആ തോല് കളഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം ഈ ജാതിക്ക പുറമേയുള്ള തോടിൻ്റെ നേരിയ തോല് ഒന്നുകൂടെ കളഞ്ഞിട്ട് അങ്ങനെ ഓരോന്നായിട്ട് എടുക്കണം. കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെത്തി എടുത്താൽ മതി. ജാതിക്കയ്ക്ക് പല നല്ല ഗുണങ്ങളും ഉണ്ടല്ലോ. വയറുവേദന, വയറിളക്കം അതൊക്കെ മാറാനായിട്ട് നല്ല ഇതാണ്. അപ്പോൾ ഇത് തോട് കളയാതെ അച്ചാറിട്ട് വെച്ചാൽ എല്ലാവർക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഇതാണ്, നല്ല ഗുണമുണ്ട്. ഞാനിത് ഒരു കിലോയോളം ഈ തോടുണ്ടായിരുന്നു. ആ തോടിൻ്റെ എല്ലാം നേരിയ തോല് കളഞ്ഞിട്ട് ഇങ്ങനെ ഭംഗിയാക്കി എടുത്തു. തോല് കളഞ്ഞെടുത്ത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ പൊടിയായിട്ട് അരിയണം. ഈ ജാതിക്ക തോടിപ്പോൾ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ മുറിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ചെറിയ കത്തി വെച്ചിട്ട് നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് കനം കുറച്ച് അരിഞ്ഞെടുത്താലാണ് ടേസ്റ്റ് കൂടുതൽ. കനത്തോടെ ഇട്ട ജാതിക്കൊണ്ട് അത്ര പെട്ടെന്ന് തിന്നാൻ എളുപ്പം ഉണ്ടാവില്ല. ഇതെല്ലാം ആ 1 കിലോയിലുള്ള തോട് ഞാൻ പൊടിയായിട്ട് കുനുകുനെ അരിഞ്ഞെടുത്തു. ഇതിന് എരിവ് അധികം ഇടണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകും 3-4 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളൂ. അത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിൽ അടുപ്പത്ത് വെക്കണം. അത് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് വെച്ചിരിക്കുന്നത്. 1 ഗ്ലാസോളം നല്ലെണ്ണ ഒഴിക്കാം. അച്ചാറൊക്കെ ഇടാനായിട്ട് നല്ലെണ്ണയാണ് നല്ലത്. നല്ലെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഉലുവ ഇട്ടു. ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി ഇടാം. പച്ചമുളക്, വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഞാൻ ഇത്തിരി കരിവേപ്പില പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെ എല്ലാം കൂടി ഉള്ള മിക്സിയിൽ അരച്ചെടുത്ത പേസ്റ്റ് അത് 1 സ്പൂൺ ഇടാം. കരിവേപ്പില ഇട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലപോലെ ഒരു ബ്രൗൺ കളറാണ്. അപ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഇടാം. മുളക് പൊടി ഒരു 2.5 സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, പിന്നെ കുറച്ച് 1/4 സ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിലേക്ക് ആവശ്യമായ അര ഗ്ലാസ് വിനാഗിരിയും കൂടെ ഒഴിച്ചു. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജാതിക്ക ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ജാതിക്ക കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. പാകത്തിന് ഉപ്പ് ഇടണം. ഉപ്പിടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ രുചികരമായ ജാതിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി കുറച്ചുകൂടെ വേണ്ടവർക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് എണ്ണയും കൂടെ കൂടുതൽ ചേർത്താൽ മതി. ഞാൻ ഗ്രേവി അധികം ഇല്ലാതെ പോലെയാണ് ഈ അച്ചാർ എടുത്തിരിക്കുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഗുണമേറിയതാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. താങ്ക് യു. ഓക്കെ.